എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞത് തന്നെയല്ലേ? അറിയാം, സാറിന് ഗൗരിയെ മറക്കാൻ കഴിയില്ല, ജീവനാണെന്ന്. ജനിക്കുമ്പോൾ ഞാൻ അനാഥയായിരുന്നില്ല. എന്നെ പ്രസവിച്ചൊരു സ്ത്രീയുണ്ട്, അവർക്ക് ബന്ധുക്കളുണ്ടാവും. എന്നാൽ വളർന്നത് അനാഥയായിട്ടാ. അതെൻ്റെ തെറ്റല്ല, മറ്റാരോ ചെയ്ത തെറ്റ്. സ്നേഹാണെന്ന് പറഞ്ഞ് ഒരാൾ പുറകെ നടന്ന് മോഹിപ്പിച്ച് അനാഥയായതിനാൽ വീട്ടുകാർ സ്വീകരിക്കാൻ തയ്യാറാവില്ലെന്ന് പറഞ്ഞ് നിഷ്കരണം തള്ളിക്കളഞ്ഞപ്പോൾ ഒരുപാട് വേദന തോന്നിയിരുന്നു. സ്വന്തമായി കുടുംബമോ ബന്ധുക്കളോ ഇല്ലാത്ത എനിക്ക് ഒരു കുടുംബത്തിൽ കയറി ചെല്ലാനുള്ള യോഗ്യത ഇല്ലെന്ന് മനസ്സിലാക്കി മാറി നടന്നിരുന്ന എന്നെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചല്ലോ. അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട. വളർന്നത് അനാഥയായിട്ടാണെങ്കിലും മരിക്കുമ്പോൾ ഞാൻ അനാഥയല്ലല്ലോ എന്നൊരു സമാധാനം എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അതിന് സാറിനോട് നന്ദിയുള്ളൂ എനിക്ക്. പരസ്പരം നന്ദിയുടെയും കടപ്പാടിൻ്റെയൊന്നും കാര്യം പറയണ്ട ടീച്ചറെ. ടീച്ചർ എനിക്ക് ചെയ്ത ഉപകാരവും ചെറുതല്ല എന്ന് പറഞ്ഞ് അലമാര തുറന്ന് അതിൽ നിന്ന് താലിമാലയെടുത്ത് നാളെ മഹാദേവനോട് ഗൗരിയെ കൂട്ടി അമ്പലത്തിൽ വരാൻ പറഞ്ഞിരുന്നു. അപ്പം അവിടെ വെച്ച് ഇത് ടീച്ചറുടെ കഴുത്തിൽ കെട്ടാന്നായിരുന്നല്ലോ വിചാരിച്ചിരുന്നത്. ടീച്ചർ അതഴിച്ചു മാറ്റി ഇത് കഴുത്തിലിട്ടോളൂ. വേണ്ട സാർ, അമ്മ പറയുന്നത്. സോറി, ഞാൻ അങ്ങനെ തന്നെ വിളിച്ചോളൂ. പൂജാമുറിയിലെ ദേവീ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്നതാണെന്നല്ലേ അമ്മ പറഞ്ഞത്. അതുകൊണ്ട് ഇത് മാറ്റണ്ട. എൻ്റെ അഭിപ്രായം ആ ചരട് മാറ്റി ഈ ചെയിനിലേക്ക് താലി മാറ്റുന്നതായിരുന്നു. ടീച്ചറുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ചെയിൻ ആ ടേബിളിന് മുകളിലേക്ക് വെച്ചു. എൻ്റെ അമ്മയെ അമ്മാന്നും അച്ഛനെ അച്ഛനെന്നും വിളിച്ചോളൂ. മറ്റു ബന്ധുക്കളെയെല്ലാം വഴിയെ പരിചയപ്പെടാം. ഈ വീട്ടിൽ ടീച്ചർക്ക് എനിക്കുള്ള അതേ അധികാരം തന്നെ ഉണ്ട്. ഈ റൂമിൽ ടീച്ചർക്ക് ഇഷ്ടമുള്ളിടത്ത് ടീച്ചറുടെ സാധനങ്ങൾ വയ്ക്കാം. ഭാര്യ ഭർത്താവായി അറിയപ്പെടുമ്പോൾ 2 റൂമിൽ ശരിയാവില്ലല്ലോ. എന്നെ എനിക്ക് വിശ്വാസമാണ്. ഈ ബെഡ് പാതി ടീച്ചർ എടുത്തോളൂ. വേണ്ട, ഞാൻ താഴെ കിടന്നോളാം സാർ. ടീച്ചർക്ക് എന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ അതോ ടീച്ചർക്ക് സ്വയം വിശ്വാസമില്ലേ? എനിക്ക് വേണ്ടി ടീച്ചർ സഫർ ചെയ്യണ്ട. ടീച്ചർക്ക് ഹോസ്റ്റലിൽ നിന്ന് ഡ്രസ്സും മറ്റു സാധനങ്ങളും എടുക്കണ്ടേ? പോയി വരാം എന്ന് പറഞ്ഞു മനു കാറിൻ്റെ കീ എടുത്ത് പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ, സാർ, ഒരു കാര്യം പറഞ്ഞോട്ടെ. അവൻ എന്താണെന്ന ഭാവത്തിൽ അവളെ നോക്കി. അത് ഞാനിനി സാറിൻ്റെ ഭാര്യ എന്നല്ലേ അറിയപ്പെടുന്നത്. ഈ ടീച്ചർ വിളി ഒഴിവാക്കിക്കൂടെ? വിളിച്ച് ശീലായിപ്പോയില്ലേ? പെട്ടെന്ന് അങ്ങനെ വരുന്നുള്ളൂ. ഗസ്റ്റിൻ്റെ മുന്നിൽ ഞാൻ പാടുപെടുമായിരുന്നു ടീച്ചറെന്ന് വായിൽ വരാതിരിക്കാൻ. ഈ പറയുന്ന ആൾക്കും അത് ബാധക. പുറമെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകില്ല. അവർക്ക് മനസ്സിലാകും, ഒരേ സ്കൂളിൽ വർക്ക് ചെയ്യുന്നവർ, വിളിച്ച് ശീലായിപ്പോയെന്ന്. എന്നാൽ അമ്മ നോട്ട് ചെയ്യും, പിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങും. ചെറിയ എന്തെങ്കിലും കാര്യം കിട്ടിയാൽ മതി ടീച്ചർക്കെതിരെ പൊരുതാൻ. അമ്മായിയമ്മയല്ലേ, തികഞ്ഞൊരു മരുമകളായിക്കോളൂ. ഒട്ടും വിട്ടുകൊടുക്കണ്ട. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നല്ല മറുപടി കൊടുത്തോളൂ. ഗൗരിയെപ്പോലെ കരഞ്ഞുകൊണ്ട് നിൽക്കരുത്. പറ്റുമെങ്കിൽ കുറച്ച് മരുമകൾ പോര് കാണിക്കുന്നതിലും തെറ്റില്ല. നല്ല ദേഷ്യമുണ്ടല്ലേ അമ്മയോട്? അവൻ വേദനയോടെ നിത്യയുടെ മുഖത്ത് നോക്കി ചിരിച്ചു. ഈ പനി, BP, ഷുഗർ ഇതൊക്കെ നോക്കാൻ മെഷീൻ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ മനസ്സിൽ എത്രത്തോളം സങ്കടമുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വല്ല മെഷീനും ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഹൈ ലെവലായിരിക്കും എനിക്ക്. അമ്മ കാരണം. അതുപോലെ കുറ്റബോധവും. ഞാൻ താലി കെട്ടിയതുകൊണ്ട് കഷ്ടപ്പെടേണ്ടി വന്ന അവൾക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അത് എനിക്ക് അവളോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല. എൻ്റെ നിസ്സഹായാവസ്ഥ. ഒരു നല്ല വക്കീലിനെ ഏർപ്പാടാക്കിയിരുന്നെങ്കിൽ അന്ന് തന്നെ എൻ്റെ കൂടെ കൊണ്ടുവരായിരുന്നു എനിക്ക് അവളെ. അതിന് ശ്രമിക്കുന്നതിന് മുൻപ് പിടിച്ചു കെട്ടി കൊണ്ടുവന്ന് തള്ളി ഈ റൂമിൽ. മകൻ പട്ടിണി കിടന്ന് മരിച്ചാലും ഗൗരി മരുമകളായി വരരുതെന്ന ഉറച്ച തീരുമാനമായിരുന്നു അവർക്ക്. ഭക്ഷണമില്ലാതെ തളർന്ന് കണ്ണുപോലും ഇഴിക്കാനാവാതെ കിടന്ന് എൻ്റെ അടുത്ത് വന്ന് ഡിവോഴ്സിന് സമ്മതിച്ചില്ലെങ്കിൽ അവളെ കൊന്നു കളയുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്ത് വാങ്ങിച്ച സ്ത്രീ അത്. കല്ല അവരുടെ മനസ്സ്. എനിക്ക് ഒട്ടും സ്നേഹമില്ല അവരോട്. ഇന്ന് ചെയ്തതുപോലെ അച്ഛൻ അന്ന് ചെയ്തിരുന്നെങ്കിൽ പോലും എനിക്ക് ഗൗരിയെ നഷ്ടപ്പെടില്ലായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി വരുന്നത് കണ്ട് നിത്യ അവൻ്റെ കൈത്തണ്ടയിൽ പിടിച്ച്, സാർ. അവൻ വേദനയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ച് കണ്ണുനീർ തുടച്ചു. എനിക്കിപ്പോൾ സമാധാനമുണ്ട്. അവളെ നന്നായി സ്നേഹിക്കുന്ന, നല്ലതുപോലെ കെയർ ചെയ്യുന്ന ആളാ മഹാദേവൻ. അവള് നല്ലൊരു കൈകളിൽ എത്തിയല്ലോ. സംസാരിച്ച് നിന്ന് വൈകണ്ട. ഹോസ്റ്റലിൽ പോയി ടീച്ചറുടെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് വരാം. വരൂ എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് നടന്നു, കൂടെ നിത്യയും. വീട്ടിൽ തിരിച്ചെത്തിയ ഗൗരിക്ക് ഒട്ടും സന്തോഷം ഉണ്ടായിരുന്നില്ല. അവൾ സങ്കടത്തോടെ ഒന്നും മിണ്ടാതെ കിടക്കുന്നത് കണ്ട്, എന്തു പറ്റി നിനക്ക്? ഒന്നും സംസാരിക്കുന്നില്ല. അവൾ എഴുന്നേറ്റിരുന്നു. അത് കണ്ട് ദേവനും,
വിലമതിക്കാനാവാത്ത എന്തോ നഷ്ടപ്പെട്ടതുപോലെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. എന്താ ഗൗരി നിനക്ക്? മനു അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടിയിരുന്നത്? ഇവിടെ ഇപ്പം നഷ്ടം ആർക്കുമില്ല. ഞാനും ആഗ്രഹിക്കുന്നുണ്ട് മനുവേട്ടൻ സന്തോഷത്തോടെ സുഖമായി ജീവിക്കാൻ. പക്ഷേ മനുവേട്ടൻ അത് മനസ്സുണ്ടായിട്ട് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേവൻ എഴുന്നേറ്റ് അവളുടെ അടുത്ത് പോയിരുന്നു. ഗൗരി, മനസ്സുണ്ടായിട്ടോ അല്ലാതെയോ, എന്നാ മനുവിനിപ്പോൾ ഒരു ഭാര്യയുണ്ട്. അവർക്കിടയിൽ പ്രണയമില്ലായിരിക്കാം, എന്നാ വെറുപ്പില്ല. നമ്മളെങ്ങനെയായിരുന്നു? ഇപ്പം എനിക്ക് നിന്നെ നഷ്ടപ്പെടുന്നത് ചിന്തിക്കാൻ പോലും ആവില്ല. മനുവിൻ്റെ അമ്മ വിവാഹത്തിന് സമ്മതിച്ചപ്പോൾ ഞാൻ അനുഭവിച്ച ടെൻഷൻ നിനക്ക് മനസ്സിലാവുമോ? മനു നിന്റെ കഴുത്തിൽ താലി കെട്ടുമെന്ന് പേടിച്ച് നിനക്കുണ്ടായിരുന്നില്ലേ ആ ടെൻഷൻ? അവൾ അവനെയൊന്ന് നോക്കി. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി വരുന്നത് കണ്ട് ദേവൻ അത് തുടച്ചു. മനു ചെയ്തതാ ശരി. അവന് സങ്കടം ഉണ്ടാവില്ലെന്നല്ല. എന്നാൽ നിന്നെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നത് നിനക്കും അവനും ഒരുപോലെ വിഷമാ. ഇപ്പം നിത്യയുമായി അവൻ അടുക്കാൻ കഴിയില്ലായിരിക്കും. പക്ഷേ കാലം കഴിയുന്തോറും അത് സംഭവിക്കാതിരിക്കില്ല. അവർ സന്തോഷത്തോടെ തന്നെ ജീവിക്കും. നീ സമാധാനത്തോടെ കിടന്നുറങ്ങ്. നാളെ രാവിലെ അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? രാവിലെ ഉണർന്ന് കുളി കഴിഞ്ഞ് ഗൗരി ദേവനുള്ള ചായയുമായി റൂമിലേക്ക് വന്നപ്പോൾ ദേവൻ അവിടെ ഉണ്ടായിരുന്നില്ല. പോയോ? മഹേന്ദ്രത്തിലാണെങ്കിൽ റൂം വിട്ട് പുറത്തേക്ക് ഇറങ്ങില്ല. ഇവിടെ വന്നതിന് ശേഷം വീട്ടിലിരിക്കുന്നതേയില്ല. ആദ്യമൊക്കെ പറഞ്ഞിട്ടായിരുന്നു പോക്ക്. ഇപ്പം അതുമില്ല. ആ, ഇന്നുകൂടല്ലേ ഉള്ളൂ. അവൾക്ക് പെട്ടെന്ന് മനുവിൻ്റെ ഓർമ്മ വന്നു. മനസ്സൊന്ന് വിങ്ങി. എങ്കിലും ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. മനുവേട്ടൻ വിവാഹം കഴിച്ചത് നന്നായി. മനസ്സിന് ചെറിയൊരു ആശ്വാസമുണ്ട്. ഞാൻ ദേവേട്ടനോടൊപ്പം സുഖമായി മഹേന്ദ്രത്തിൽ കഴിയുമ്പോൾ മനുവേട്ടൻ എന്നെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നത് എനിക്ക് വേദനയാണ്. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു നീറ്റൽ. മനുവേട്ടൻ എന്നെ സങ്കടപ്പെടുത്തരുതെന്ന് കരുതി മാത്രമായിരിക്കുമോ? ഇന്നലെ സംസാരിച്ചപ്പോൾ പോലും വാക്കുകളിൽ എന്നോട് സ്നേഹമുണ്ടായിരുന്നു. അത്ര പെട്ടെന്ന് അത് മറക്കാൻ കഴിഞ്ഞോ? ഇല്ല, മനുവേട്ടൻ എന്നെ മറക്കാൻ കഴിയില്ല. എൻ്റെ മനസ്സിൻ്റെ കോണിൽ മായാതെ മനുവേട്ടൻ്റെ രൂപമുള്ളതുപോലെ മനുവേട്ടൻ്റെ ഉള്ളിലും ഞാനുണ്ടാകും. ദേവേട്ടനെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നത് പോലെ മനുവേട്ടന് ആ ടീച്ചറെയും സ്നേഹിക്കാൻ കഴിയുമായിരിക്കും. അവൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ദേവൻ വരുമ്പോഴേക്കും ഗൗരി അമ്പലത്തിൽ പോകാനായി ഒരുങ്ങിയിരുന്നു. സമയം കളയാതെ അവർ പുറപ്പെട്ടു. ചായ കൊണ്ടുവന്നപ്പോഴേക്കും റൂമിൽ ആളില്ല. മുമ്പെല്ലാം കിച്ചണിൽ വന്ന് പറഞ്ഞിട്ടായിരുന്നു പോക്ക്. ഇപ്പം അതൊന്നുമില്ല. നാളെ മുതൽ കാണാലോ കൂട്ടിലിട്ട കിളിയെപ്പോലെ ഇരിക്കുന്നത്. അതാലോചിക്കുമ്പോഴാ സങ്കടം. ഇവിടെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇഷ്ടപ്പെട്ടെന്നോ? എന്തുകൊണ്ട്? ഇവിടെ എപ്പോഴും അരികിൽ നീയുണ്ട്. അവിടെ അതില്ലല്ലോ. നീ നിന്റെ റൂമിൽ, ഞാൻ എൻ്റെ റൂമിൽ. അത് നോക്കുമ്പോൾ മനു ഭാഗ്യവാനാ. വീട്ടുകാരും നാട്ടുകാരും അറിഞ്ഞുള്ള വിവാഹമല്ലേ. ഭാര്യയാണെന്ന് പറഞ്ഞ് കൂടെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. അവർ കാറിൽ നിന്നിറങ്ങി അമ്പലത്തിനുള്ളിലേക്ക് നടന്നു. ശ്രീകോവിലിന് മുന്നിൽ നിന്ന് തൊഴുതതിന് ശേഷം പ്രദക്ഷിണം കഴിഞ്ഞെത്തിയപ്പോൾ മനുവും നിത്യയും അമ്പലത്തിലേക്ക് വന്നു. അവരെ ഒന്നിച്ചു കണ്ടപ്പോൾ ഗൗരിക്ക് സന്തോഷം തോന്നി. താലി ചരടിൽ നിന്ന് മാറ്റി ചെയിനിലേക്ക് ആക്കിയിരിക്കുന്നത് ഗൗരി ശ്രദ്ധിച്ചു. നേരത്തെ എത്തിയോ? മനു ചോദിച്ചു. എത്തിയതേ ഉള്ളൂ. അവരൊന്നിച്ച് ശ്രീകോവിലിന് മുന്നിൽ കണ്ണുകളടച്ച് തൊഴുതു നിൽക്കുമ്പോൾ ശ്രീകോവിലിനുള്ളിൽ നിന്ന് പൂജാരി വന്ന്, നിങ്ങളല്ലേ വിവാഹ റെസീറ്റാക്കിയിരുന്നത്? താലി പൂജിച്ചിട്ടുണ്ട്. ഇന്നത്തെ മുഹൂർത്തത്തിൻ്റെ സമയം തുടങ്ങി, കെട്ടിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം പരസ്പരം നോക്കി.